നമസ്കാരം, ഞാൻ മേഴ്സിവരാമൻ. ലൈവ് ന്യൂസിലേക്ക് വിശദമായി. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിൽ ലൈഫ് പദ്ധതി പ്രകാരം വീട് നൽകാമെന്ന് പറഞ്ഞ് അധികൃതർ വഞ്ചിച്ചെന്ന് പരാതി. ലൈഫ് മിഷനിൽ വീട് ലഭിച്ചെന്ന് പഞ്ചായത്തിൽ നിന്ന് അറിയിച്ചതിനെ തുടർന്ന് ഉണ്ടായിരുന്ന വീട് പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ പഴയ വീട് പൊളിച്ചു മാറ്റിയപ്പോഴാണ് മറ്റൊരു സാവിത്രിക്കാണ് വീടെന്ന് അധികൃതർ അറിയിച്ചത്. തുടർന്ന് വിവരമന്വേഷിക്കാൻ എത്തിയപ്പോൾ വീട്ടമ്മയെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പൂട്ടിയിട്ടു. അത് സാപ്പി പഞ്ചായത്തിലെ സാപ്പി. പിന്നെ ഈ അടുത്ത അയാൾ പറഞ്ഞു ഇവളോട് പാസ്സായി നമുക്ക് അങ്ങനെ ഇത് പൊളിച്ചത് കെട്ടാനായിട്ട് പൊളിക്കാൻ തന്നെ പറഞ്ഞിട്ട് എല്ലാ പൈസ അതിൻ്റെ ഇതെല്ലാം പെറുക്കാൻ ഇതെല്ലാം കിട്ടീനി പെറുക്ക് കടലാസെല്ലാം തന്നെ പൊളിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പൊളിക്കാൻ ഞങ്ങൾ കടലാസ് ഇന്നലെ പോയ അവിടെ കേൾക്കാൻ കടലാസ് കേൾക്കാൻ പോയ ആ കടലാസ് തരണം. ഇപ്പോൾ ഞങ്ങൾക്കൊന്നുമില്ല എന്നല്ലേ. അപ്പോൾ ഇപ്പോൾ ഇല്ലയെന്ന് വയ്യ ആക്കി തരുമല്ലോ ഇനി ഇപ്പോൾ എത്രയോ കഴിഞ്ഞിട്ടാകുമ്പോൾ. ഇപ്പോൾ ഒന്നുമില്ല എന്നല്ലേ. ഒന്നുമില്ലാകുമ്പോൾ ഉള്ള നേരം പോയിട്ടില്ല ഞങ്ങൾ ആ കടലാസ് ഞങ്ങൾക്ക് തിരിച്ചു തരണം. അതെന്തിനാണ് വെക്കുന്നത്? ഞങ്ങൾക്ക് പാസ്സായിട്ടെങ്കിൽ നിങ്ങൾ 16 ഒപ്പ് പിടിച്ച് ഞങ്ങൾ രണ്ടാളും പോയിട്ട് എല്ലാ പൈസയും കൊടുത്തില്ലേ. അപ്പോൾ ആ കടലാസ് തരണമല്ലേ. അപ്പോൾ ഇല്ല, അങ്ങനത്തെ സംഗതിയില്ലല്ലോടാ. നിങ്ങൾ കടലാസ് ഇല്ല, നിങ്ങൾ വന്നിട്ടില്ല തന്നിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ ഒരു കടലാസ് തന്നെ എൻ്റെ ഒപ്പിട്ടത്. അത് ആടെ ഉണ്ട് കുഞ്ഞോ പറഞ്ഞത് അവിടെ കൊടുക്കണമെന്നു. ആ കടലാസ് തന്നിട്ട് എൻ്റെ അച്ഛനെ ഒപ്പിട്ട കടലാസ് ഇല്ല, അതും വേണമെന്നല്ലേ. അരുൺ പാറയ്ക്കലുണ്ട് ഇപ്പോൾ കാസർഗോഡ് വിവരങ്ങളുമായി. അരുൺ, ഈ അധികൃതരുടെ അനാസ്ഥ അതാണല്ലോ വീട്ടമ്മയെ ഇപ്പോൾ വഴിയാധാരമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? ഉന്മേഷേ, പഞ്ചായത്ത് ചെയ്ത കൊടും ചതി എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഇത് സാവിത്രി എനിക്ക് പുറകിൽ തന്നെയുണ്ട്. സാവിത്രിയും ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 2 ആൺമക്കളും ഹൃദയ സംബന്ധമായ അസുഖമുള്ള ഭർത്താവും താമസിക്കുന്ന വീടാണിത്. അതായത് മുൻപ് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീട് പൊളിച്ചു നീക്കാനും നിങ്ങൾക്ക് ലൈഫിൽ വീട് അനുവദിച്ചിട്ടുണ്ടെന്ന് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറും പഞ്ചായത്ത് അധികൃതരും വാർഡ് മെമ്പർ മുഖേന സാവിത്രിയെ അറിയിച്ചു. തുടർന്ന് ഈ പട്ടികയിൽ, അതായത് ലൈഫിൻ്റെ പട്ടികയിൽ വീട് ഉണ്ട്, സാവിത്രിയുടെ പേരുണ്ടെന്ന് അവർ ഉറപ്പ് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കരാർ സംബന്ധമായ രേഖകൾ ഇവരോട് ആവശ്യപ്പെട്ടു. തുടർന്നാണ് ഇവർക്ക് ഈ വീട് നിലവിൽ അവരുടെ ആവശ്യപ്രകാരം വീട് പൊളിച്ചു നീക്കിയത്. അന്നേ ഇവർ ചോദിച്ചിരുന്നു ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു റൂമും ഒരു ബാത്റൂമും വെച്ച് ബാക്കി പൊളിച്ചാൽ മതിയെന്ന്. പക്ഷേ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അതിനൊരു സമ്മതം നൽകിയില്ല. തുടർന്ന് വീട് പൂർണ്ണമായും പൊളിച്ചു നീക്കി. അതിനുശേഷമാണ്, ആ വീട് പൊളിച്ചു നീക്കിയതിന് ശേഷമാണ് അവർക്ക് വീട് പാസ്സാകുന്നത്. അതായത് തുടർന്നുള്ള നടപടിക്രമങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. അപ്പോഴാണ് പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ സാവിത്രി മാറിപ്പോയി. ഈ എനിക്ക് മുന്നിൽ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സാവിത്രിയല്ല, പഞ്ചായത്ത് രേഖകളിൽ ഉള്ള, അതായത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഉദ്ദേശിച്ച സാവിത്രി എന്നാണ്, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഉദ്ദേശിച്ച സാവിത്രി എന്ന് അവിടെ നിന്ന് അറിയിക്കുന്നു. തുടർന്ന് ഈ കരാർ സംബന്ധമായ രേഖകളൊന്നും തന്നെ ഇവർ നൽകിയില്ല എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് ഈ പഞ്ചായത്ത് ഓഫീസിൽ സാവിത്രിയും മകൾ നിഷയും പോയ സമയത്ത് ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഇവരോട് കയർക്കുകയും ഇവരെ പൂട്ടിയിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത്. എന്തായാലും ഉന്മേഷ, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ദുരിതപൂർണമായ അവസ്ഥയാണ് ഇവരുടേതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നേരത്തെ സാവിത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ഈ വാർഡ് മെമ്പറുമൊക്കെ ഇവരെ വഞ്ചിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ നിലവിൽ ഉണ്ട്. എന്തായാലും ഗുരുതരമായ വീഴ്ച പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യത്തിൽ പറ്റി. ഇതിനൊരു പരിഹാരം വേണമെന്നൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ വനിതാ കമ്മീഷനുമൊക്കെ നിലവിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ രേഖകളൊന്നും, പാവപ്പെട്ട കുടുംബമാണ്, ഇവർക്ക് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ നൽകിയ രേഖകളൊന്നും തന്നെ കൈവശമില്ല. അതൊക്കെ തിരിച്ചു വാങ്ങിയിരിക്കുകയാണ്. ആ രേഖകളൊന്നും ഇവർക്ക് തിരിച്ചു നൽകുന്നില്ല എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഉന്മേഷ്, ശരി, ഏതായാലും അധികൃതരുടെ അനാസ്ഥ, ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അരുൺ പാറയ്ക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച പന്തളം സ്വദേശി ആകാശ് ശശിധരൻ, കൊല്ലം വെളിച്ചിൽക്കാല സ്വദേശി ലൂക്കോസ്, പുനലൂർ സ്വദേശി സാജൻ ജോർജ്, കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാർ എന്നിവർക്ക് ജന്മനാട് വിടചൊല്ലി. 100 കണക്കിന് ആളുകൾ ആദരാഞ്ജലി അർപ്പിച്ചു. തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് യുമൻ, കീഴ്വായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാം എന്നിവരുടെ സംസ്കാരം നാളെ നടക്കും. AV ജയശങ്കറുണ്ട് വിവരങ്ങളുമായി. ജയശങ്കർ, കണ്ണീർ ദിനമാണിന്നും, എന്തൊക്കെയാണ് വിവരങ്ങൾ?
അതായത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് മരിച്ച 4 പേരുടെ ശവസംസ്കാരമാണ് ഇന്ന് പൂർത്തിയായത്. വലിയ തോതിലുള്ള ജനാവലിയാണ് ഓരോ ആളുകൾക്കും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. ഈ ശവസംസ്കാര ചടങ്ങുകളിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തു. കുവൈറ്റ് ദുരന്തവുമായി ബന്ധപ്പെട്ട് നാട് കഴിഞ്ഞ കുറേ ദിവസമായി വലിയ വേദനയിലാണ്. ഈ വേദനയ്ക്കിടയിലാണ് ഈ ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിച്ചത്. ഇത് പന്തളം സ്വദേശി ആകാശ് ശശിധരൻ്റെ ശവസംസ്കാര ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനെത്തി. ഒപ്പം തന്നെ ഈ കൊല്ലത്ത് ഉൾപ്പെടെ 2 പേരുടെ ശവസംസ്കാര ചടങ്ങുകളാണ് കൊല്ലത്ത് ഇന്ന് നടന്നത്. ഇതെല്ലാം തന്നെ വളരെയധികം വൈകാരികമായിരുന്നു. കാരണം ഈ മരിച്ച ഓരോ ആളുകളും 4 പേരും നാടുമായി വളരെയധികം ബന്ധം പുലർത്തിയതും വൈകാരികമായി അടുപ്പമുള്ള ആളുകളുമായിരുന്നു. ഇവരെ അത്രമാത്രം വൈകാരികമായാണ് നാട് പറഞ്ഞു വെച്ചത്. ഇവർ ഇത്രയും നാൾ നാടിന് നൽകിയ സ്നേഹം തിരിച്ചു നൽകുന്ന രീതിയിലുള്ള ഒരു വിടവാങ്ങൽ തന്നെയാണ് എല്ലാവരും നൽകിയത്. വലിയ തോതിലുള്ള ജനാവലി ഓരോ ആളുകളുടെയും മടക്കുന്ന ഇടങ്ങളിൽ ഉണ്ടായിരുന്നു. മണിക്കൂറുകളോളം പല ആളുകളും ഈ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി പങ്കെടുത്തു. ഇനി സംസ്കാരം പൂർത്തിയാക്കാനുള്ള തിരുവല്ല സ്വദേശി ഉൾപ്പെടെയുള്ള ആളുകളുടെ സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. നാളെയോടുകൂടി ഈ കുവൈറ്റ് ദുരന്തവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നിന്നുള്ള മരണപ്പെട്ട ആളുകളുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. ഉന്മേഷ്. ശരി. AV ജയശങ്കർ, തിരുവനന്തപുരത്ത് നിന്ന്. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിൽ ടെമ്പോ വാൻ നദിയിലേക്ക് മറിഞ്ഞ് 10 പേർ മരിച്ചു. വാഹനത്തിൽ 17 യാത്രക്കാർ ഉണ്ടായിരുന്നു. നിതിൻ അംബുജൻ, ഡൽഹിയിൽ നിന്ന്. നിതിൻ, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ടെമ്പോ വാനിൽ 23 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 10 പേർ ഈ അപകടത്തിൽ മരിച്ചു. നിയന്ത്രണം വിട്ട വാഹനം അളകനന്ദ നദിയിലേക്ക് മറിയുകയായിരുന്നു. ഉടൻ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും പോലീസ് നടത്തിയ രക്ഷാപ്രവർത്തനം നടത്തി. പക്ഷേ 10 പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പരിക്കേറ്റവരെല്ലാം തന്നെ വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ പലരുടെയും നില ഗുരുതരമാണെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഋഷികേശ് ബദ്രിനാഥ് ദേശീയപാതയിലെ രുദ്രപ്രയാഗിലാണ് ഈ അപകടം സംഭവിച്ചത്. നിയന്ത്രണം വിട്ടാണ് ടെമ്പോ വാൻ ഇത്തരത്തിൽ അളകനന്ദ നദിയിലേക്ക് മറിഞ്ഞത്. എന്തായാലും കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ വൈകാതെ അറിയിക്കുമെന്ന് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിതിൻ അംബുജനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഡോക്ടർ RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കേസിൽ നർത്തകി സത്യഭാമയ്ക്ക് ജാമ്യം. നെടുമങ്ങാട് SC/ST കോടതിയാണ് ഉപാധികളോടെ ജാമ്യം നൽകിയത്. കോടതിനെ പൂർണ്ണമായിട്ടും വിശ്വാസമാണ്. അതേപോലെ തന്നെ എന്റെ വക്കീലിനെയും ആണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് പറഞ്ഞു. ഞാൻ ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല. അതൊക്കെ ഇനിയിപ്പോ കോടതി തീരുമാനിക്കട്ടെ എന്നറിയും. ഷഫീദ് റാവത്തുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഉപാധികളോടെ ജാമ്യം, വിവരങ്ങൾ. ഉന്മേഷ്, ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു നൃത്താധ്യാപികയായിട്ടുള്ള സത്യഭാമ ഇന്ന് നെടുമങ്ങാട് SC/ST കോടതിയിൽ ഹാജരായത്. അതായത് സത്യഭാമയുടെ ജാമ്യത്തെ RLV രാമകൃഷ്ണനും അതേപോലെ തന്നെ പ്രോസിക്യൂഷനും ശക്തമായി എതിർത്തിരുന്നു. ചെറിയ കേസായി കാണാൻ കഴിയില്ലെന്നും സംഭവശേഷവും സമാനമായ പ്രതികരണം സത്യഭാമ മാധ്യമങ്ങളിൽ ആവർത്തിച്ചുവെന്നും ജാമ്യം അനുവദിക്കരുതെന്നും RLV രാമകൃഷ്ണൻ കോടതിയിൽ ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കവേ വാദിച്ചു. മാത്രമല്ല, പ്രതിയെ കസ്റ്റഡിയിലെടുക്കേണ്ടത് അനിവാര്യമാണെന്ന് പ്രോസിക്യൂഷനും കോടതിയിൽ നിലപാടെടുത്തു. വാദിയെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട്. വിദേശത്ത് അടക്കം നിരവധി ബന്ധമുള്ളതിനാൽ അങ്ങോട്ടേക്ക് കടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട വാദം. എന്നാൽ സത്യഭാമയുടെ അഭിഭാഷകനായിട്ടുള്ള BA ആളൂർ 5 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്നും മാത്രവുമല്ല ഈ തെളിവ് ശേഖരണം അടക്കം അത് സത്യഭാമയെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ളടക്കം വാദങ്ങൾ ഉന്നയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉപാധികളോടുകൂടി കോടതി ജാമ്യം അനുവദിച്ചത്. ഉന്മേഷ്. ഷഫീദ് റാവുത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലൈവ് ന്യൂസിലേക്ക് തിരികെ. ചങ്ങനാശ്ശേരി തൃക്കൊടുത്താനം ചെമ്പുപുറത്ത് പാറക്കുളത്തിൽ ചൂണ്ടിടാൻ പോയ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. 6ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് മരിച്ചത്. ടോബി ജോൺസണുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ 2 വിദ്യാർത്ഥികൾ പൊൻപുഴയിൽ താമസിക്കുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി ചങ്ങനാശ്ശേരിയിലാണ് അപകടം ഉണ്ടായത്. പാറക്കുളത്തിൽ ചൂണ്ടിടാൻ പോയ 2 വിദ്യാർത്ഥികളാണ് മുങ്ങി മരിച്ചത്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകാൻ ശ്രമിച്ചത്. CPIനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സദ്ദാം ഹുസൈന്റെയും പലസ്തീന്റെയും പേരിൽ മുസ്ലിം വോട്ട് തട്ടാൻ ശ്രമിച്ചു. ഏക സിവിൽ കോഡും മുത്തലാഖ് നിരോധനവും ലവ് ജിഹാദും ആദ്യം കേട്ടത് CPIൽ നിന്നാണ്. മുസ്ലിം വിരുദ്ധ പ്രചാരണം BJPക്ക് ഗുണം ചെയ്തു എന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കുറ്റപ്പെടുത്തൽ. മിഥില ബാലനുണ്ട് കോഴിക്കോട് നിന്ന്. മിഥില, എന്താണ് ലീഗിന്റെ വിമർശനം?
ഉന്മേഷ കടുത്ത ഭാഷയിലാണ് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ CPM-നെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നത് എല്ലാ തിരഞ്ഞെടുപ്പ് സമയത്തും രാഷ്ട്രീയം ചർച്ച ചെയ്യാനില്ലെങ്കിൽ കുതന്ത്രങ്ങൾ CPM പ്രയോഗിക്കാറുണ്ട്. ഇത്തവണ കോഴിക്കോട് മണ്ഡലത്തിൽ എടുക്കുകയാണെങ്കിൽ കരീംക പ്രയോഗം, വടകരയിൽ എടുക്കുകയാണെങ്കിൽ കാഫിർ സ്ക്രീൻഷോട്ട്, ഇത് രണ്ടും ഇതിനുദാഹരണമാണ്. മാത്രമല്ല സമസ്തയെ ഇത്തവണ രാഷ്ട്രീയ കവലയിലേക്ക് വലിച്ചിഴച്ചു. സമസ്തയെ ശിഥിലമാക്കാനുള്ള ശ്രമം നടന്നു. പക്ഷേ ഇതെല്ലാം തന്നെ CPM-ന് തിരിച്ചടിച്ചു. മറ്റൊന്ന്, CPM-ന്റെ മുസ്ലിം വിരുദ്ധത അത് വലിയ രീതിയിൽ BJP-യെ സഹായിച്ചു. തൃശ്ശൂരിൽ BJP-ക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. മാത്രമല്ല ആശയപരമായ പ്രവർത്തനത്തിലൂടെ BJP-യുടെ വളർച്ച തടയിടാൻ കഴിയും എന്നത് ലീഗ് തെളിയിച്ച കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അതിന് ഉദാഹരണമായി പറയുന്നത് എന്നത് ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ, അതായത് BJP ജയിച്ച തൃശ്ശൂരിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അതായത് ഇവിടങ്ങളിൽ ചിലയിടങ്ങളിൽ ലീഗിന് ശക്തി കേന്ദ്രങ്ങളുണ്ട്. ഈ ശക്തി കേന്ദ്രങ്ങളിൽ BJP-ക്ക് വോട്ട് കിട്ടിയിട്ടില്ല. അവിടെ കെട്ടിവെച്ച കാശടക്കം നഷ്ടമായ ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ സംഘപരിവാറിനെ ആശയപരമായി നേരിടാൻ എങ്ങനെ കഴിയും എന്നതിന്റെ തെളിവാണ് ഇത്തരം സ്ഥലങ്ങളിലെ ഒരു ലീഗിന്റെ വോട്ട് വിഹിതം എന്നതും ഈ ഒരു അഭിമുഖത്തിലൂടെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. JDS ഇടതുമുന്നണിയിൽ തുടരുന്നത് ഇരട്ടത്താപ്പെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലും NDA LDF സഖ്യകക്ഷി ഭരണമാണെന്ന് VD സതീശന്റെ വിമർശനം. MG പ്രതീഷുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഭാഗമാണ് ആ JDS-ന്റെ കേരള ഘടകം ഇപ്പോഴും LDF-ൽ തുടരുന്നതിനെയാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. JDS ഇടതുമുന്നണിയിൽ തുടരുന്നത് ഇരട്ടത്താപ്പെന്ന വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തുന്നത്. NDA ഘടകകക്ഷിയെ ഒക്കത്തിരുത്തി മുഖ്യമന്ത്രി സംസ്ഥാനം ഭരിക്കുകയാണെന്ന ഒരു ആക്ഷേപം കൂടി പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി കോൺഗ്രസിനെയും UDF-നെയും മോദി വിരുദ്ധത പഠിപ്പിക്കേണ്ട എന്നും പ്രതിപക്ഷ നേതാവ് രാവിലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിമർശനമായി പറയുകയാണ്. മാത്രമല്ല കേരളത്തിലും NDA LDF സഖ്യകക്ഷി ഭരണമാണ് നടക്കുന്നതെന്നും JDS LDF-ലും മന്ത്രിസഭയിലും തുടരുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നതുമാണ് പ്രധാനമായും പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ ഉയർത്തിക്കാട്ടിയിരിക്കുന്ന കാര്യം. നേരത്തെ ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ പൊതുചടങ്ങിനിടെ പരിപാടി തുടങ്ങാൻ വൈകിയതിനെ തുടർന്ന് മുൻ മന്ത്രിയും CPIM നേതാവുമായ G സുധാകരൻ ക്ഷോഭിച്ചിറങ്ങിപ്പോയി. CBC വാര്യർ സ്മൃതി പരിപാടിയിൽ പുരസ്കാര സമർപ്പണത്തിന് എത്തിയതായിരുന്നു അദ്ദേഹം. മനീഷ് മഹിബാൽ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, എന്താണ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം? മനീഷ്, ഉന്മേഷ്, G സുധാകരൻ പറയുന്ന വിശദീകരണം, ആ സമയത്ത് അദ്ദേഹത്തിന് ചാരുമൂട്ടിൽ മറ്റൊരു പരിപാടി 12 മണിക്ക് ഏറ്റെടുത്ത് അവിടെ ഉദ്ഘാടകനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഹരിപ്പാട് CBC ഫൗണ്ടേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ നിന്നും പോകേണ്ടി വന്നെന്നുള്ള വിശദീകരണമാണ് പറയുന്നത്. പക്ഷേ പ്രധാനമായും ഈ പാർട്ടിയുടെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, ഒപ്പം തന്നെ മന്ത്രി സജി ചെറിയാൻ, ജില്ലാ സെക്രട്ടറി R നാസർ, സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു തുടങ്ങിയിട്ടുള്ള മുതിർന്ന മറ്റു നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ G സുധാകരൻ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നേരത്തെ പോയി എന്നുള്ള വലിയ ചോദ്യം ഉയരുന്നുണ്ട്. സുധാകരൻ എത്തിയത് 10 മണിക്കാണ്. ഈ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതും 10 മണിക്കാണ്. പക്ഷേ അരമണിക്കൂറായും ഒരു നേതാവും എത്തിയില്ല. ഉദ്ഘാടക CS സുജാത അടക്കം ഒരു നേതാവും എത്തിയില്ല. പിന്നീട് 10:30-യോടെയാണ്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു പ്രതിഷേധിച്ചുള്ള അദ്ദേഹത്തിന്റെ ഇറങ്ങിപ്പോക്ക്. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. ലൈൻ ന്യൂസിലേക്ക് തിരികെ. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ. 8 മാവോയിസ്റ്റുകളെ വധിച്ചു. നാരായൺപൂർ ജില്ലയിലാണ് 2 ദിവസമായി ഏറ്റുമുട്ടൽ തുടരുന്നത്. നിതിൻ അംബുജനുണ്ട് ഡൽഹിയിൽ നിന്ന്. നിതിൻ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിലുള്ള അബൂജ്മർ എന്ന സ്ഥലത്താണ് ഈ വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഈ മേഖലയിൽ മാവോയിസ്റ്റ് വിരുദ്ധ നടപടികൾ നടന്നുവരികയാണ്. പോലീസും സംയുക്ത സേനയും നടത്തിയ തിരച്ചിലിടെ മാവോയിസ്റ്റുകൾ തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിക്കുകയായിരുന്നു. ബിജാപൂർ, ദണ്ഡേവാഡ, നാരായൺപൂർ എന്നീ 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് അബൂജ്മർ എന്ന വനമേഖല. ഈ വനമേഖലയിൽ മാവോയിസ്റ്റുകൾ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഏറ്റുമുട്ടലിൽ 8 മാവോയിസ്റ്റുകളെ വധിച്ചു. അതേസമയം തന്നെ ഒരു സൈനികൻ വീരമൃത്യു വരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 2 സൈനികർക്ക് പരിക്കേറ്റു. ഇവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ഇപ്പോഴും ഏറ്റുമുട്ടലും അതോടൊപ്പം തന്നെ ഈ വനമേഖലയിൽ തിരച്ചിലും നടക്കുന്നുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലായി സേന ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ITBP അതോടൊപ്പം ജില്ലാ റിസർവ് പോലീസ് ഫോഴ്സും കൂടാതെ സ്റ്റേറ്റ് ടാസ്ക് ഫോഴ്സുമാണ് ഇപ്പോൾ ഈ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നത്. ശരി, നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന്.
മൂന്നാം തവണയും പ്രധാനമന്ത്രിയായ ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ പൊതുപരിപാടി ചൊവ്വാഴ്ച വാരാണസിയിൽ. കിസാൻ സമ്മാൻ നിധി അനുസരിച്ചുള്ള തുക കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കും. കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷം, മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ പൊതുപരിപാടി സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ വെച്ച് തന്നെയായിരിക്കും നടക്കുക. ഇക്കാര്യം കേന്ദ്ര കൃഷിമന്ത്രി ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ശിവരാജ് സിംഗ് ചൌഹാൻ ഇക്കാര്യം വിശദീകരിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജന അനുസരിച്ചുള്ള ധനസഹായം, കർഷകർക്ക് നൽകുന്ന ധനസഹായം, അതിന്റെ വിതരണ പരിപാടിയാണ് വാരണാസിയിൽ വെച്ച് നടക്കുക. വരുന്ന ചൊവ്വാഴ്ചയായിരിക്കും പരിപാടി. 20,000 കോടി രൂപ 9.3 കോടി കർഷകർക്ക് വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുമതലയേറ്റ ശേഷം സ്വന്തം ഓഫീസിലെത്തി ആദ്യമായി ഒപ്പുവെച്ച ഫയലും ഈ പണം പാസാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. തുടർന്ന് അതിന്റെ വിതരണം ഒരു സിംഗിൾ വിൻഡോയിലൂടെ പ്രധാനമന്ത്രി അതൊരു സ്വിച്ച് ഓൺ കർമ്മമായാകും വാരണാസിയിൽ വെച്ച് നിർവഹിക്കുക. രാജ്യത്ത് എല്ലായിടത്തുമുള്ള കർഷകരുടെ അക്കൗണ്ടുകളിലേക്കും ഈ പണം കൈമാറുന്ന ചടങ്ങായിരിക്കും വാരണാസിയിൽ വെച്ച് നടക്കുക. അതേസമയം ഇത് ഒരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് എന്നും ജനുവരിയിൽ നൽകേണ്ട പണമാണ് ഇത്രയും വൈകി പ്രധാനമന്ത്രി വിതരണം ചെയ്യുന്നത് എന്നുമാണ് കോൺഗ്രസിന്റെ പ്രതികരണം. ശരി ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ഏത് മണ്ഡലം നിലനിർത്തണം എന്നതിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഉടനുണ്ടാകുമെന്ന സൂചന. ദേശീയ രാഷ്ട്രീയ സാഹചര്യവും പാർട്ടിയിലെ പൊതുവികാരം കണക്കിലെടുത്ത് രാഹുൽ വയനാട് ഉപേക്ഷിച്ച് റായ്ബറേലി നിലനിർത്താനാണ് സാധ്യത. രാഹുലിന്റെ ഒഴിവിൽ പ്രിയങ്ക മത്സരിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. നിതിൻ അംബുജൻ വീണ്ടും ചേരുന്നുണ്ട് ഡൽഹിയിൽ. നിതിൻ, ഇത് നേരത്തെ തന്നെ പറഞ്ഞു കേൾക്കുന്നതാണ്. ഒരു തീരുമാനം എപ്പോൾ പ്രതീക്ഷിക്കാം നിതിൻ? ഉന്മേഷ്, എന്തായാലും തീരുമാനം വൈകാതെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ മാസം 17-നകം രാഹുൽ ഗാന്ധി നിലപാട് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഉത്തർപ്രദേശിൽ ഇക്കുറി കോൺഗ്രസ് വലിയ മുന്നേറ്റമുണ്ടായി, സഖ്യത്തിനും വലിയ മുന്നേറ്റമുണ്ടായി. ഈ മുന്നേറ്റം നിലനിർത്തണമെങ്കിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തുടരണമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന പ്രവർത്തക സമിതിയിലെ ഒരു പൊതുവികാരം. അത് മാനിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തുടരുമെന്നൊരു സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി വയനാട് അത് ഒഴിവാക്കുകയാണെങ്കിൽ മണ്ഡലത്തിൽ ആരെ മത്സരിപ്പിക്കണം എന്നുള്ള ചർച്ചകളിലേക്ക് എന്തായാലും AICC ഇതിനകം തന്നെ കടന്നിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ പേര് ഉയർന്നു വരുന്നുണ്ടെങ്കിൽ പോലും സംസ്ഥാനത്തിന്റെ ഒരു കേരളത്തിലുള്ള നേതാവിനെ തന്നെ വയനാട്ടിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. വയനാടിനോട് രാഹുൽ ഗാന്ധിക്ക് വലിയ വൈകാരികമായ ഒരു ബന്ധമുണ്ട്. കാരണം 2019 രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടായ ഘട്ടത്തിൽ വയനാടാണ് രാഹുൽ ഗാന്ധി ഒപ്പം നിർത്തിയത്. അതുകൊണ്ട് തന്നെ വയനാട് ഉപേക്ഷിക്കുക എന്ന് രാഹുൽ ഗാന്ധി സംബന്ധിച്ച് വലിയ വൈകാരികമായിട്ടുള്ള ഒരു ഘട്ടം കൂടിയാണ്. സ്വാഭാവികമായിട്ടും അതിലേക്ക് എങ്ങനെ രാഹുൽ ഗാന്ധി എത്തുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളോട് അഭിസംബോധന ചെയ്യുമ്പോൾ ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. ഏറെ വൈകാരികമായ ബന്ധമുള്ള ഒരു മണ്ഡലമാണ് എന്ന കാര്യവും. എന്തായാലും ഈ ഏത് മണ്ഡലം നിലനിർത്തുമെന്ന കാര്യത്തിൽ ഒരു പക്ഷേ ഇന്നോ അല്ലെങ്കിൽ നാളെയോ രാഹുൽ ഗാന്ധി അതിൽ തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി മത്സരത്തുണ്ടാകുമെന്ന കാര്യത്തിലും ഒരു തീരുമാനം ഉടൻ പ്രതീക്ഷിക്കാം. പ്രിയങ്ക ഗാന്ധി ഇതുവരെ മത്സരിക്കണമെന്ന കാര്യത്തിൽ ഇതുവരെ നിലപാട് അറിയിച്ചിട്ടില്ല. നെഹ്റു കുടുംബമാകും ഇതിൽ അന്തിമ തീരുമാനം ഉടൻ സ്വീകരിക്കുക. ശരി നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന്. ഓടുന്ന കാറിൽ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ച വ്ളോഗർ സജു TSന്റെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കി. ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTയുടേതാണ് നടപടി. മനീഷ് മക്കിബാൽ ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, വിവരങ്ങൾ. മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ മോട്ടോർ വാഹന നിയമലംഘനങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു എന്ന് മോട്ടോർ വാഹന വകുപ്പ് തന്നെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ഇത് സംബന്ധിച്ച് 10ഓളം വീഡിയോകൾ എടുത്തു. അതിന്റെ വിശദീകരണം നൽകാനായി ഇന്നലെയാണ് സജു TS, ആലപ്പുഴ കല്ലൂർ സ്വദേശി സഞ്ജു ടെക്കി എന്ന സജു TS ഇന്നലെയാണ് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO R രമണന് മുൻപിൽ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകിയത്. തനിക്ക് ഇത് തെറ്റാണെന്ന് അറിയില്ലായിരുന്നു, തനിക്ക് തന്റെ അറിവില്ലായ്മ കൊണ്ടാണ് തുടങ്ങിയ വിശദീകരണം നൽകി. ഇതേ തുടർന്ന് വീണ്ടും ഇന്ന് നടപടി എന്താണെന്നുള്ള കാര്യം RTO വ്യക്തമാക്കി. ആജീവനം, അതായത് എന്നേക്കുമായി ഇയാളുടെ ലൈസൻസ് റദ്ദാക്കുകയാണ് ഇത് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി കമ്മീഷണറെ ഒപ്പം തന്നെ ഹൈക്കോടതിയെ ബന്ധപ്പെടാം. പക്ഷേ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്. ആദ്യം ഈ സ്വിമ്മിംഗ് പൂളിൽ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി കുളിച്ചത് വലിയ വിവാദമായിരുന്നു. ഇതിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടി എടുത്തതിൽ പരിഹസിച്ചുകൊണ്ട് സജു TS വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷമാണ് മോട്ടോർ വാഹന വകുപ്പിനോട് തന്നെ ഹൈക്കോടതി സംബന്ധിച്ചുള്ള ശരി മനീഷ് മൈവാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. മഞ്ജുമൽ ബോയ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് പരാതിയിലാണ് നടപടി. സഹനിർമ്മാതാവ് ഷോൺ ആന്റണിയെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. വിനീത VG ഉണ്ട് കൊച്ചിയിൽ നിന്ന്. വിനീത, ഇനിയും ഒരു വിളിച്ചുവരുത്തൽ ചോദ്യം ചെയ്യൽ സാധ്യതയുണ്ടോ വിനീത?
തീർച്ചയായും ഉന്മേഷ്, അങ്ങനെ തന്നെയാണ് നമുക്ക് ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. ഇതിനോടകം 2 തവണ സൗബിനെ വിളിച്ചു വരുത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിലൊരു തവണ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയ്ക്കെതിരെ ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യങ്ങളിൽ നേരിട്ട് അന്വേഷണം നടത്തുന്നത്. ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ, അവരുടെ ഈ പണത്തിന്റെ സ്രോതസ് എവിടെ നിന്നാണ് ലഭ്യമായത്, തുടർന്ന് ഈ പണം ഏതൊക്കെ തരത്തിൽ വിനിയോഗിച്ചു ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇ ഡിയുടെ ഒരു അന്വേഷണം ചെല്ലുന്നത്. നേരത്തെ തന്നെ ചിത്രത്തിന്റെ സഹനിർമ്മാതാവായ ഷോൺ ആന്റണിയെ കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തി ഇ ഡി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം സൗബിനെയും ചോദ്യം ചെയ്തത്. ശരി, വിനീത വിജി കൊച്ചിയിൽ നിന്ന്. കൊട്ടാരക്കര താലൂക്ക് ഓഫീസിലെ കൈക്കൂലി കേസിൽ റവന്യൂ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. റവന്യൂ വിജിലൻസ് ദക്ഷിണമേഖല ഡെപ്യൂട്ടി കളക്ടർ എ വിജയന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘമാണ് അന്വേഷിക്കുന്നത്. എ വി ജയശങ്കർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, അന്വേഷണ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഉന്മേഷ, കൊട്ടാരക്കര താലൂക്കിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണത്തിന് പിന്നാലെയാണ് ഈ റവന്യൂ വിജിലൻസും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിരിക്കുന്നതായി താലൂക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് മുൻ തഹസിൽദാരും സംഘവും വലിയ തോതിലുള്ള അഴിമതി കാണിച്ചു എന്നാണ് നിലവിൽ റവന്യൂ വിജിലൻസിൻ്റെ ഒരു കണ്ടെത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിപുലമായൊരു അന്വേഷണം നടത്താനാണ് നിലവിലെ തീരുമാനം. ഈ റവന്യൂ വിജിലൻസ് ദക്ഷിണ മേഖല ഡെപ്യൂട്ടി കളക്ടർ എ വിജയന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘത്തിനാണ് നിലവിൽ അന്വേഷണ ചുമതല. കഴിഞ്ഞ ദിവസം ഈ സംഘം ഓഫീസിലെത്തുകയും ഫയലുകൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരിശോധനയിൽ പ്രാഥമികമായി വലിയ തോതിലുള്ള അഴിമതി താലൂക്ക് കേന്ദ്രീകരിച്ച് നടന്നു. കോറി മാഫിയയിൽ നിന്നുൾപ്പെടെ വലിയ തോതിൽ കൈക്കൂലി ഉൾപ്പെടെ വാങ്ങി എന്നുള്ള ഒരു കണ്ടെത്തൽ പ്രാഥമികമായി ഈ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ താലൂക്കിൽ ഈ തഹസിൽദാരുടെ നേതൃത്വത്തിൽ കോറി ഉടമകളിൽ നിന്ന് മറ്റും പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട ഈ വിജിലൻസിനും റവന്യൂ വകുപ്പിനും ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് റവന്യൂ വകുപ്പ് കടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരാതിക്കാരുടെ ഉൾപ്പെടെ മൊഴി വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും. ഈ വിജിലൻസ് നടത്തുന്ന അന്വേഷണത്തിന് പുറമെയാണ് റവന്യൂ വിജിലൻസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര താലൂക്കിലെ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നത്. വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. വിജിലൻസും ഈ താലൂക്കുമായി ബന്ധപ്പെട്ട് ഈ അജികുമാർ ഒപ്പിട്ട ഫയലുകൾ ഉൾപ്പെടെ. ജയശങ്കർ, ഏതായാലും അന്വേഷണം പുരോഗമിക്കുന്നു. എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ വിവിധയിടങ്ങളിൽ നേരിയ ഭൂചലനം. തീവ്രത 3 രേഖപ്പെടുത്തി. നാശനഷ്ടങ്ങളില്ല, ആശങ്കപ്പെടേണ്ടതില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേക സംഘം പ്രദേശത്ത് പരിശോധന നടത്തി. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ചില വീടുകൾക്കൊക്കെ നേരിയ വിള്ളൽ ഉള്ളതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉമേഷ്, ഈ ചില വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. കുന്നംകുളത്താണ് ഇത്തരത്തിൽ 2 വീടുകൾക്ക് വിള്ളൽ സംഭവിച്ചതായുള്ള വാർത്തകൾ വന്നിരിക്കുന്നത്. ചിലയിടങ്ങളിൽ ഈ ജനൽപ്പാടി ഇളകിയതായും പരാതികൾ ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഈ തദ്ദേശ സ്ഥാപനങ്ങൾ ഇത് സംബന്ധിച്ചുള്ള വിവര ശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. തദ്ദേശ വകുപ്പുകൾ മുഖാന്തരമായിരിക്കും അതിന്റെ തുടർ നടപടികൾ മുന്നോട്ട് പോവുക. എന്തായാലും രാവിലെ 8:15 കൂടിയാണ് തൃശ്ശൂരിലും പാലക്കാടും ഈ ഭൂചലനം അനുഭവപ്പെടുന്നത്. 3 മുതൽ 4 സെക്കൻഡ് വരെ നീണ്ടു നിൽക്കുന്ന ഭൂചലനമായിരുന്നു. പിന്നീട് വലിയ പരിഭ്രാന്തിയിലായ ഈ പ്രദേശവാസികൾ ഈ വീടിന് പുറത്തേക്കടക്കം ഓടി ഇറങ്ങുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ അന്വേഷണം അത് ജില്ലാ ഭരണകൂടം നടത്തുന്നുമുണ്ട്. നിലവിൽ ഉദ്യോഗസ്ഥ സംഘം ഈ വിവിധ മേഖലകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ്. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും. ബക്രീദ് ആഘോഷങ്ങൾക്ക് കർശന നിർദ്ദേശങ്ങളുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. തെരുവുകളിൽ നമസ്കാരം നടത്തുന്നത് നിരോധിച്ചു. അനുമതിയില്ലാത്ത സ്ഥലങ്ങളിൽ മൃഗങ്ങളെ കശാപ്പ് നടത്തുന്നതിനും നിരോധനമുണ്ട്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്നാണ് വിശദീകരണം. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്? ഉന്മേഷ്, ബക്രീദ് ദിനത്തിൽ കർശന നിർദ്ദേശങ്ങളാണ് UP സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും പരിശോധിക്കുമ്പോൾ ആദ്യത്തേത് ഈ തെരുവുകളിൽ നമസ്കാരം നടത്താൻ അനുമതിയില്ല. രണ്ടാമതായി പറയുന്നത് ഈ അനുമതിയില്ലാത്ത ഇടങ്ങളിൽ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുവാൻ പാടില്ല. വിലക്കപ്പെട്ട മൃഗങ്ങളെ കശാപ്പിനായി ഉപയോഗിക്കരുത്. അത്തരത്തിൽ ആരെങ്കിലും ഈ ഉത്തരവ് ലംഘിച്ചു കഴിഞ്ഞാൽ കർശന നിയമ നടപടി സ്വീകരിക്കാനാണ് പോലീസിനടക്കം ഇപ്പോൾ UP സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ പ്രശ്നബാധിത മേഖലകളിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ക്രമസമാധാനം നിലനിർത്തുന്നതിനു വേണ്ടി കൃത്യമായി പ്രവർത്തിക്കണമെന്നുള്ള നിർദ്ദേശം പോലീസ് സേനയ്ക്കും ഇതിനോടകം നൽകിയിട്ടുണ്ട്. ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഈ ബക്രീദ് ദിനത്തിൽ ഇത്തരം കർശന നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നതെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. എന്തായാലും അത്തരം ഈ ഒരു നിർദ്ദേശങ്ങളാണ് ഉത്തരവിലൂടെ പറയുന്നത്. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.
ഇതോടെ ലൈവ് ന്യൂസ് പൂർത്തിയാകുന്നു.